എന്തൊക്കെയായിരുന്നു കല്യാണത്തിന് മുമ്പ്? ബർത്ത്ഡേക്ക് രാത്രി 12 മണിക്ക് ആദ്യം വല്ല മെസ്സേജ് തന്നെയായിരുന്നു. പിന്നെ ഗിഫ്റ്റായി, സർപ്രൈസായി. ഇന്നലെ ഈ കയ്യെത്തും ദൂരത്ത് ഞാൻ കിടന്നിട്ട് ഒന്ന് തോണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറയാൻ. ഓ, ഇപ്പൊ വിളിച്ച് തോണ്ടി പറയുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ആര് പറയാൻ? കൈ വന്ന് മുട്ടിയപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ ബർത്ത്ഡേ പറയാനാണെന്ന്. ഉറക്കത്തില് കൈയെടുത്തിട്ട് ഇവിടെ തോണ്ടല ചെയ്യേണ്ടത് ചവിട്ടേണ്. മോളു അന്ന് എനിക്ക് ആ ഒരു ഡേ മാത്രം ഓർത്തിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. എൻഗേജ്മെന്റ്, വെഡിങ് ഡേ, നിന്റെ ബർത്ത്ഡേ, വുമൻസ് ഡേ, മദേഴ്സ് ഡേ, പിന്നെ നീ വന്ന ഡേ, നിങ്ങളുടെ പോയ ഇതൊന്നും പോരാണ്ട് നിന്റെ അപ്പന്റെ ബർത്ത്ഡേ, അമ്മയുടെ ബർത്ത്ഡേ, പെങ്ങളുടെ ബർത്ത്ഡേ. ഈ ഡേകളിൽ ഏതെങ്കിലും ഒന്നും മറന്നു പോകല്ലേ എന്ന് പേടിച്ചാണ് ഞാൻ ഓരോ വർഷവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പേടിച്ച് ജീവിക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മറക്കും. അതൊരു സ്വാഭാവികമാണ്. പറ പറ ഇട്ടോ പറയാൻ. എന്തു പറയാൻ? ഇത്ര നേരം പറഞ്ഞത് പോരെ? ഓ, കല്യാണത്തിന് മുമ്പ് നീ പറ, ഞാൻ പറ, നീ പറയാന്ന് പറഞ്ഞ് എത്ര മണിക്കൂർ ഇരുന്നിട്ടുണ്ടോ? ഏത് നേരത്താണ് നോദിയം എനിക്ക് ഇതൊക്കെ ചെയ്യാൻ തോന്നിയത്? കിടക്ക്. പറ. താൻ പറ. നീ പറ. താൻ പറ. നീ പറഞ്ഞോ? താൻ പറഞ്ഞോ?